പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിയായ വിനോദിനിക്ക് ഇന്ന് കൃത്രിമ കൈ ഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കൃത്രിമ കൈ വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകുന്നത്. കൊച്ചിയിലെ ക്ലിനിക്കിൽ വെച്ചാണ് കൃത്രിമ കൈ ഘടിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പാലക്കാട് സ്വദേശി 9 വയസ്സുകാരിയായ വിനോദിനി തന്റെ കൈ ഒടിഞ്ഞ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ എടുക്കുകയും തുടർന്ന് ചികിത്സാ പിഴവിനെ തുടർന്ന് ആ കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുകയും തുടർന്ന് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ വിനോദിനിക്ക് സന്തോഷകരമായൊരു ദിവസമാണ്. ആ മുറിച്ചു മാറ്റിയ കൈക്ക് പകരം ഇന്നൊരു വെപ്പ് കൈ വെക്കുകയാണ്. മോളെ, എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷം. സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നോ? ടീച്ചർ വിളിച്ചു. എന്ത് പറഞ്ഞു? സ്കൂളിലേക്കൊക്കെ കൈ കിട്ടിയിട്ട് മോൾക്ക് എന്തായാലും ഒരു സന്തോഷകരമായ ദിവസമാണ്. വെപ്പ് കൈയാണെങ്കിൽ കാരണം വലിയൊരു വേദനയിൽ ഒരു ചെറിയൊരു സന്തോഷം, അതാണ് നമുക്ക്. കാരണം നമുക്ക് ഇത്രയും അപേക്ഷകൾ നമ്മളെല്ലാവരുടെയും കൊടുത്തിട്ടും നമുക്ക് ഒരു ഇതും കിട്ടിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി നമ്മളെല്ലാവരുടെയും പോയി ഒരുപാട് സർക്കാരിൻ്റെ നമ്മളെല്ലാവരുടെയും കയറി ഇറങ്ങുമായിരുന്നു. ഈ കുട്ടിനെയും കൊണ്ടാണ് ഞങ്ങൾ പോണത്. കാരണം ഈ കുട്ടിനെയും കൊണ്ട് പോയാലെങ്കിൽ അവർ വേഗം പെട്ടെന്ന് ചെയ്തു തരുമ്പോഴേ നമ്മൾ ഈ കുട്ടിനെയും കൊണ്ട് പോകണം. പക്ഷെ നമുക്ക് ഈ അയ്യോ ഇവിടെ ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഈ കൈത്താങ്ങായി വന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ പറഞ്ഞ സാറാണ് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. എന്നാ വിളിക്കുന്ന പറഞ്ഞ നമ്മൾ കഴിഞ്ഞ മാസം വിളിച്ചു. കഴിഞ്ഞ മാസം നമ്മൾ ഈ ന്യൂസ് കണ്ടതും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കണ്ടിട്ട് കുട്ടി സ്കൂളിൽ പോകില്ല പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതും സാറ് നമ്മളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു നമ്മളോട് ഈ കുട്ടിന്റെ കാര്യം നമ്മൾ ഏറ്റെടുക്കാം, എത്ര ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്ത് നമുക്ക് ഈ കുട്ടിക്ക് കൈ വെക്കാം. അപ്പൊ ഈ കൈ കിട്ടണതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ കൈമാതിരിയുള്ള കൈയല്ലേ കിട്ടണത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഇന്ന് സാറ് 10-11 മണിയാകുമ്പോൾ സാർ കാണാൻ വന്ന് സാറ് വെച്ച് കൊടുക്കും കൈ കുട്ടി. നിങ്ങൾക്കും സന്തോഷമാണ്? പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മള് പ്രതിപക്ഷ നേതാവല്ലേ, നമ്മുടെ ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു മാറ്റം? മോക്ക് ഇപ്പോൾ ഒരു കൈ ഇല്ലല്ലോ, അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ടാവും. അപ്പം ഈ കൈ കിട്ടിക്കഴിയുമ്പം അത് സപ്പോർട്ടീവായിട്ട് നമുക്ക് കുട്ടിക്ക് നല്ലപോലെ കൈ യൂസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഹാൻഡ് ഇല്ലാത്ത അവസ്ഥയിൽ ഒരു സപ്പോർട്ടായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് വിനോദിനിയുടെ കൈൻ്റെ മുകളിലിടാൻ വെച്ചേക്കുന്ന ഗ്ലൗവാണ്. അതിന്റെ മുകളിൽ വെക്കാൻ വരുന്ന ഓറയാണിത്. ഇതിന്റെ അകത്തുള്ള മെക്കാനിസം ഒക്കെ ഉള്ളിൽ ഫൈനൽ ഫിനിഷിംഗ് ചെയ്തുകൊണ്ട് സാധാരണ നമ്മുടെ കൈ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇത് പതിയെ പതിയെ മാറി വരും. അത്രയും ദൈവത്തിന് തുല്യം എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറെ അതില്ലാണ്ട് ദിസ് ഇസ് ബെറ്റർ ദാൻ നോട്ട് ഹാവിങ് എ പ്രോസസ്സസ്. ഇത് ഇട്ടതുകൊണ്ട്, ഈ കൈ ഇട്ടതുകൊണ്ട് കുട്ടിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ സപ്പോർട്ടായിട്ട് ലൈക്ക് എന്തെങ്കിലും ഗ്രാസ്പ് ചെയ്യുമ്പോൾ മറ്റേ കൈൻ്റെയും കൂടെ ഹെൽപ്പ് എടുക്കാൻ പറ്റും. പിന്നെ സപ്പോർട്ടീവായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പോൾ പേന പിടിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. അതൊക്കെ പ്രാക്ടീസ് വേണം. എന്തായാലും വിനോദിനിക്ക് സ്വന്തം കൈയുടെ അത്രയും ആകില്ല എങ്കിൽ പോലും പകരം ഒരു കൈ നൽകാൻ, അതിനു വേണ്ടിയിട്ടുള്ള ചെലവ് വഹിക്കാൻ പ്രതിപക്ഷ നേതാവ് മുൻകൈ എടുത്ത് ഇന്നിപ്പോൾ ആ കുട്ടിക്ക് കൈ കിട്ടുകയാണ്. ഇതിനുശേഷം വിനോദിനി സ്കൂളിലേക്ക് ഉൾപ്പെടെ പോയി തുടങ്ങും. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.